പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലൂടെ വൻ തീപിടുത്തം ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള അശ്രാന്ത പരിശ്രമം അവിടെ ഫയർഫോഴ്സും മറ്റുള്ള സുരക്ഷാ ഏജൻസികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 4:50 വൈകുന്നേരം 4:50 ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ കാലിക് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയിൽ തീപിടുത്തമുണ്ടായത്. എന്നാൽ തീ പടരുകയാണ്. തുണിക്കട പ്രവർത്തിച്ച നില പൂർണ്ണമായും കത്തി നശിച്ചു എന്ന വിവരമാണ് വരുന്നത്. ഈ 4 മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ നിന്നും അടുത്തുള്ള കടകളിൽ നിന്നുമൊക്കെ ജനങ്ങളെ ഒഴിപ്പിച്ചതുകൊണ്ട് വൻ അപകടം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ വാർത്തയാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. 25ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ട് തീ അണയ്ക്കാൻ അശ്രാന്ത പരിശ്രമം നടന്ന കാഴ്ചയാണ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സമീപ ജില്ലകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും അതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ ഫയർ പാന്തറും സ്ഥലത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞു. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ വൻ ഗതാഗത കുരുക്കാണെന്നും ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ദീപക് തർമ്മണവും ഷഹദ് റഹ്മാനും രാഹുൽ സുരേഷും സമരസി മുഖമുണ്ട്. ആദ്യം ദീപക് തർമ്മണത്തിലേക്ക്. ദീപക്, അകത്തും തീ ആളി പടരുകയാണ്. അകത്തേക്ക് വെള്ളം ചീറ്റാൻ ഫയർഫോഴ്സിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം? SKN കോഴിക്കോട് നഗരത്തെ 4 മണിക്കൂർ തീ തിന്നിച്ച ആളിക്കത്തുന്ന തീയായിരുന്നു. ഇപ്പോൾ SKN ഈ വാർത്ത ഇപ്പോൾ SKN കയറുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാവുന്നത് ആശ്വാസം ആയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 4 മണിക്കൂർ നമ്മളെല്ലാം മുൾമുനയിലായിരുന്നു. അത്രമേൽ ഭീതിജനകമായി തീ ആളിപ്പടരുകയായിരുന്നു. SKN ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന ഹോൾസെയിൽ ഷോപ്പ്, ആ ഹോൾസെയിൽ ഷോപ്പിൻ്റെ കെട്ടിടം നമുക്കിപ്പോൾ ഷിജു ചവറയുടെ ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ഫയർ സേഫ്റ്റി കമാൻഡോസ് ഓക്സിജൻ സിലിണ്ടറുമായി കെട്ടിടത്തിന് മുകളിലേക്ക് കയറിക്കൊണ്ട് വെള്ളം അകത്ത് ചീറ്റുകയാണ്. ഈ കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം ചീറ്റാൻ ഏതാണ്ട് 3 മണിക്കൂറിലേറെ സാഹസപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു അഗ്നിശമന സുരക്ഷാ സംവിധാനവും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ സംശയലേശമില്ലാതെ പറയേണ്ടി വരും. SKN നാടിനെ നടുക്കിയ ഒരു വലിയ തീപിടുത്തം. ആ തീപിടുത്തത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ ജനം അന്താളിച്ചു നിന്നുപോയി. ജില്ലാ ഭരണകൂടം, ഫയർ സേഫ്റ്റി, പോലീസ്, അതായത് IG രാജ്പാൽ മീണ, അതുപോലെ DIG സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ, ജില്ലാ കളക്ടർ, ഈ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ അന്താളിച്ച് നിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടത്. ഫയർ എഞ്ചിനുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നു, വെള്ളം ചീറ്റുന്നു. ആ വെള്ളത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തീ ആളിപ്പടരുന്ന കാഴ്ചയ്ക്ക് ഇപ്പോൾ ശമനമാകുന്നു. ഇപ്പോൾ തീ ഏതാണ്ട് ഒതുക്കി തീയെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാം. ഫയർ സേഫ്റ്റി കമാൻഡോസിന്റെ സാഹസികമായ പ്രവർത്തനം, അതാണ് SKN ഈ നിയന്ത്രണ വിധേയമായി കൊണ്ടിരിക്കുന്നു എന്ന ആശ്വാസ വാർത്ത നൽകിയത്. ഒരു ജൗളിക്കടയുടെ ഗോഡൌണിലേക്കാണ് ആദ്യം തീ പിടിച്ചത്. പിന്നീട് അടുത്ത കടകളിലേക്കൊക്കെ തീ പടരുകയായിരുന്നു. പുറത്തെ തീ ഏതാണ്ട് പൂർണ്ണമായും അണച്ചു കഴിഞ്ഞു. എന്നാൽ അകത്തുള്ള സ്ഥലങ്ങളിലേക്കും കമാൻഡോസിന്റെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.